ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആവാം. പേര് ജയശ്രീ ജയമോഹൻ. രാജഹംസമീ പഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കു ചൊല്ലുമോ ഇവിടെയെൻ്റെ സ്നേഹഗായകൻ ഓ രാജഹംസമേ. Thank you. That was really nice. ഹലോ ചേച്ചി, എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. ജഡ്ജസ് നന്നായിരുന്നു എന്ന് പറഞ്ഞു. നല്ല എക്സ്പീരിയൻസ് ആണ്. സൂപ്പർ സ്റ്റാർ കാണുമ്പോൾ തന്നെ വിചാരിക്കുന്നത് അമൃത TV ഇങ്ങനെയെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നതിനെ കൊണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്നു സൂപ്പർ സ്റ്റാർ ജൂനിയർ ഒന്നും പോരാ, ഓൾഡേർക്കും വേണമെന്നാണ്. ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് എന്ത് തോന്നുന്നു? ഈ പ്രോഗ്രാം തികച്ചും ഒരു സന്തോഷകരമായിട്ടുള്ളൊരു അനുഭവം ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. ഇത് അമൃത TVൻ്റെ ഒരു പ്രഥമ സംരംഭമാണെന്ന് തോന്നുന്നു ഈ ഫീൽഡിൽ. മാനസ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യണ്ടോ? ഇല്ല വർക്ക് ചെയ്യുന്നില്ല, ഹൗസ് വൈഫാണ്. എവിടെയാണ് വീട്? ഓവൂരാണ്. വീട്ടിലാരൊക്കെയുണ്ട്? പിന്നെ ഹസ്ബൻഡും 2 മക്കളും. ഇന്ന് എന്താണ് ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്? கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே என்ன எண்ணி பார்க்கையில் கவிதை கொட்டுது அதை எழுத நினைக்கையில் வார்த்தை முட்டுது ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே. Okay, Manasa, that was good. Tamil எப்படி தெரியும் உங்களுக்கு? நான் பாலக்காடு. தமிழ் இவருக்கு நல்லாவே தெரியும். பேச அந்த அளவுக்கு நல்லா தெரியாது. தமிழ் பேச தெரியாது, அவ்வளவு பேச தெரியாது. நான் പാലക്കാട്, ഊര് പാലക്കാട് ബോർഡറാണ്. അപ്പോൾ നന്നായിട്ട് എനിക്ക് തമിഴ് വായിക്കാൻ അറിയാം, എഴുതാൻ അറിയാം. பேச தெரியாது എന്ന് പറഞ്ഞാൽ ഫ്ലുവൻസി ഇല്ല. അതാ. MA മ്യൂസിക് ആയിരുന്നു. MA മ്യൂസിക് ആയിരുന്നു. എന്താണ് വനിതാരത്നത്തിന്റെ ഒരു ഇവിടെ വരാനായിട്ട് അങ്ങനെ ഒരു തോന്നലുണ്ടായ കാര്യം എന്താണ്? ഒന്നാമത് ഇത് അമൃത TVൻ്റെ പരിപാടി ആയതുകൊണ്ട്. അമൃത TV ഇഷ്ടമാണ്. അതെ, എല്ലാ പ്രോഗ്രാംസും ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കാരണം എന്താണെന്ന് വെച്ചാൽ സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു പരിപാടിയിൽ ആണ് വളരെയധികം ഇതായത്. വെറുതെ കണ്ടു തുടങ്ങിയതാണ് ആദ്യത്തെ സീനിയർ സൂപ്പർ സ്റ്റാർ. പക്ഷെ അത് ഇത്രയും നന്നാക്കിയെടുത്തു എന്നുള്ളതിലാണ് കാര്യം. ആ കുട്ടികൾ ഏതായാലും ട്രൈ ചെയ്യും, അത് ഉറപ്പാണ്. പക്ഷേ അത് അതിന് വേണ്ടിയിട്ട് പിന്നിൽ നിന്നിട്ട് ഇതിൻ്റെ പ്രൊഡ്യൂസർ അന്നൊരു ചാൻസ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് വനിതാരത്നം വഴി ഒരു സൂപ്പർ സ്റ്റാർ ആവണമെന്നോ? അതാണ്. അപ്പം നമ്മൾ വിചാരിക്കും വെറുതെ ആ വനിതാരത്നത്തിന്റെ അതിൽ ഒന്ന് നിൽക്കണം എന്നുള്ളൊരു കേട്ടോ? അത് ചോദ്യം കേട്ടോ? ഇല്ല, കേട്ടില്ല, പറയില്ല. My question is, അന്ന് സൂപ്പർ സ്റ്റാറിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് വനിതാരത്നം വഴി ഒരു സൂപ്പർ സ്റ്റാർ ആവാനാണോ ഇവിടെ വന്ന്? ഒരു ആഗ്രഹമുണ്ട്. ആഗ്രഹങ്ങൾ ഇല്ലെങ്കിലും കിട്ടിയില്ലെങ്കിലും സങ്കടമില്ല, കാരണം ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞു. വനിതാരത്നത്തിന്റെ ഈ ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. യു ആർ ഓൺ ദ വെയിറ്റിംഗ് ലിസ്റ്റ്. താങ്ക് യു. ദേ വിൽ ഗെറ്റ് ബാക്ക് ടു യു വിത്ത് മോർ ഡീറ്റെയിൽസ്. എൻ്റെ പേര് ഹൗസത്ത്, ഞാൻ വീട്ടമ്മയാണ്. എന്താണ് ഹൗസത്ത്? ഹഫ്സത്ത്. ഞാൻ വീട്ടമ്മയാണ്. പിന്നെ എൻ്റെ മോന് ഞാൻ പങ്കെടുക്കണം എന്ന് വളരെ നിർബന്ധം ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ തന്നെയാണ് SMS അയച്ചതും. മോന്റെ പ്രേരണയിലാണ് അല്ല, എനിക്കും പിന്നെ സൂപ്പർ സ്റ്റാർ ജൂനിയർ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു എന്തെങ്കിലും വീട്ടമ്മമാർക്ക് ഞാൻ നാറാണത്തു ഭ്രാന്തൻ എന്താ നമ്മെ അറിയില്ലാന്നുണ്ടോ? ആ ഭ്രാന്തൻ 12 മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. എന്താ ചിരിക്കണേ? ഒരു ഭ്രാന്തൻ ആദ്യമായിട്ടാണോ കാണുന്നേ? കരയണമെന്ന് തോന്നിയാലോ?
ഓക്കെ അഫ്സത്ത്, നന്നായിട്ടുണ്ട്. ശരിക്കും അഫ്സത്തിനെ കണ്ടപ്പോ അങ്ങനെ പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ കയ്യിലുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നിയിരുന്നില്ല അല്ലേ? ശരിക്കും അതിശയം അപ്പൊ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുകയും കുട്ടികൾക്ക് പ്രൈസ് വാങ്ങുക എന്നൊക്കെ ഉള്ളത് അല്ലേ? ശരിക്കും പാട്ടോടെ പഠിക്കാം. ഒരു പാട്ട് പാടാലോ? മഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞുതുള്ളി ഉറങ്ങി. ഓക്കെ 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 അഫ്സത്ത്. അഫ്സത്ത്, വാട്ട് ഡു യു തിങ്ക്? അഫ്സത്തിന് ഇനി മുമ്പോട്ട് പോകാനൊരു ആഗ്രഹം ഉണ്ടോ? ആഗ്രഹമൊക്കെ ഉണ്ട്. ഭർത്താവിനൊക്കെ സമ്മതിപ്പിക്കണം. ഓ, സമ്മതിപ്പിക്കാൻ ബുദ്ധിമുട്ടാണോ? ഇല്ല ഇല്ല. അപ്പൊ ഈ കിരീടമൊക്കെ തന്നു കഴിഞ്ഞാൽ ഭർത്താവ് വഴക്കുറയോ? ഏയ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. കാരണം ആങ്ങളമാര് എന്ന് പറഞ്ഞാല് അവരറിയണ്ടെന്ന് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകാനായിട്ട് നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റില് പിന്നീട് അറിയിക്കും. വീട്ടമ്മമാർക്കുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പങ്കെടുക്കാമായിരുന്നു എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അത് ഇപ്പൊ സാക്ഷാത്കരിക്കപ്പെടുകയാണ് അല്ലേ? പെട്ടു എന്ന് പറയാ, വെയിറ്റിംഗ് ലിസ്റ്റിലാണെന്നാ പറഞ്ഞ്. പങ്കെടുക്കുന്നത് തന്നെ ഒരു വലിയ കാര്യം. പങ്കെടുക്കുന്നതന്നെ വലിയ കാര്യം. കാരണം ഇതുവരെ ഒരു ടി വിയിൽ നിങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഓരോരുത്തരോട് ചോദിക്കണോ ഒക്കെ കാണുക എന്നല്ലാതെ നമ്മളെന്താ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇതുവരെ കണ്ടില്ല. ഞാൻ അവിടുന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എന്താ അവിടെ നടക്കണം, ജസ്റ്റ് അതൊന്ന് കാണാലോ എന്നാണ്.